അങ്ങനെ ഫൈനലി ഇതാ ജിയോ അവരുടെ 5G നെറ്റ്വർക്ക് കേരളത്തിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് തന്നെ 3-4 മാസം മുമ്പ് തന്നെ ഇന്ത്യയിലെ പല സിറ്റീസിലും ജിയോയും കൂടാതെ എയർടെലൊക്കെ 5G പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ നല്ല അഭിപ്രായമാണ് 5Gയുടെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1 GB അടുത്ത് വരെ സ്പീഡും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജിയോയുടെ 5G കേരളത്തിലും വന്നിരിക്കുകയാണ്. സോ ഇത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അതുപോലെ നമ്മൾ എക്സ്ട്രാ റീചാർജ് ചെയ്യേണ്ടി വരുമോ, അതിനായിട്ട് വേറെ സിം എടുക്കണോ, അങ്ങനെ പല സംശയം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ എവിടെയൊക്കെയാണ് നമുക്ക് ജിയോയുടെ 5G ലഭിക്കുന്നതെന്നും ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഓൾ ഓവർ കേരള ഇപ്പോൾ ആക്ച്വലി ലഭിക്കുന്നില്ല, ചില സെലക്റ്റഡ് സിറ്റീസിൽ മാത്രമേ ഇപ്പോൾ ആക്ച്വലി ലഭിക്കുന്നുള്ളൂ. സോ ആ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ഒട്ടു സമയങ്ങളെല്ലാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എവിടെയൊക്കെയാണ് ജിയോയുടെ 5G ഇപ്പോൾ കറന്റ് ലഭിക്കുന്നത് നോക്കാം. അതിനായിട്ട് ഫസ്റ്റത്തെ സ്ഥലം എന്ന് പറയുന്നത് കൊച്ചി കോർപ്പറേഷൻ ആണ്. കൊച്ചി കോർപ്പറേഷൻ പരിസരത്ത് ജിയോയുടെ 5G ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും ജിയോയുടെ 5G സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ മൂന്നാമതൊരു ട്രിവാൻഡ്രത്തും നാളെയായിട്ട്, അത് ഡിസംബർ 21-നോ 22-നോ ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ട്രിവാൻഡ്രത്തും. സോ ഒരു കാര്യങ്ങളൊക്കെ ഈ 3-4 സ്ഥലത്താണ് ഇപ്പോൾ വരുന്നത്. കൂടാതെ ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ മലപ്പുറത്തും തൃശ്ശൂരും കൂടാതെ കോഴിക്കോടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. സോ ഒരു കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ആകട്ടെ എന്ന് വിചാരിക്കുന്നു. അതുപോലെ 2023 അവസാനമാകുമ്പോഴേക്കും കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും ജിയോ അവരുടെ 5G നെറ്റ്വർക്ക് എത്തിക്കുമെന്നും പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ കൊച്ചി കോർപ്പറേഷൻ അതുപോലെ ഗുരുവായൂർ, ട്രിവാൻഡ്രം എന്നീ ഈ 3 സിറ്റീസിന്റെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ജിയോ 5G കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലഭിക്കുന്നത്, എത്ര സ്പീഡ് കിട്ടുന്നതൊക്കെ ഇത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ജസ്റ്റ് അഭിപ്രായം കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമന്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ജിയോയുടെ 5G നെറ്റ്വർക്ക് ലഭിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് മസ്റ്റ് ആയിട്ടും ജിയോയുടെ സിം വേണം. കൂടാതെ ഒരു 5G അവൈലബിൾ ആയിട്ടുള്ള ഫോണും വേണം. അപ്പോൾ ഈ 2 സാധനങ്ങൾ, 2 ഡിവൈസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജിയോയുടെ ട്രൂ 5G യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന് നമുക്ക് എക്സ്ട്രാ സിം കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് 4G സിം, നമ്മളെ നോർമൽ 4G ജിയോ സിം വെച്ചിട്ട് തന്നെ 5G നെറ്റ്വർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ചെറിയ ചെറിയ സെറ്റിംഗ്സിലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അത് നമുക്ക് ജിയോയുടെ മൈ ജിയോ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ഇന്റർഫേസ് തന്നെ ഒരു കാര്യങ്ങൾ 5G നെറ്റ്വർക്കിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് വെൽക്കം ഓഫർ എന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ജിയോയുടെ ഒരു ട്രൂ 5G യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആൻഡ് ഇത് ഈ ഒരു ആപ്പിൽ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്ന ഒരു വെബ്സൈറ്റ് ആണ് ജിയോ 5G. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു വെബ്സൈറ്റ് വരും. സോ ഒരു കാര്യങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇതുപോലെ ജിയോയുടെ 5G യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ത്യയിലെ മറ്റ് സിറ്റീസിലൊക്കെ ജിയോയുടെ ഈ ഒരു ട്രൂ 5G വന്ന സമയത്ത് അവർക്ക് വെൽക്കം ഓഫർ എന്ന രീതിയിൽ അൺലിമിറ്റഡ് ആയിട്ട് ഡാറ്റ ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് കേരളത്തിലും ആ ഒരു ഓപ്ഷൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഒരു കാര്യങ്ങളൊക്കെയാണ് ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ കറന്റ് ജിയോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലെ ടെക് റിലേറ്റഡ് കണ്ടന്റുകൾക്കൊക്കെ ഈ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.